ജീവിതത്തിൽ ചില വാതിലുകൾ അടയ്ക്കപ്പെടും, ചിലത് തുറന്നുകിടക്കും. എന്നാൽ എല്ലാ വാതിലുകളും സ്നേഹത്തിനും കരുണക്കുമല്ല തുറക്കപ്പെടുന്നത്. മരുമകൻ മരിച്ചപ്പോൾ മകളും 3 മക്കളുമൊപ്പം ജീവിതത്തിന്റെ ഭാരമെല്ലാം വീണ്ടും ചുമന്നത് അവനായിരുന്നു. വിരമിച്ചെങ്കിലും വയറുകൾ നിറക്കാൻ അയാൾ വീണ്ടും ജോലി തേടി പുറപ്പെട്ടു. അവന്റെ ഏക പ്രാർത്ഥന, മക്കൾ സ്വന്തം കാലിൽ നിൽക്കും വരെ ദൈവമേ ആയുസ്സും ആരോഗ്യവും തരണമേ. കാലം പോയി, മക്കൾ വളർന്നു, ചെറുതെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലികളിൽ പ്രവേശിച്ചു. മകൾ കൗൺസിലിംഗിലൂടെ വിഷാദത്തിൽ നിന്ന് മോചിതയായി. എന്നാൽ അവന്റെ ആരോഗ്യവും ഓർമ്മയും പതിയെ ക്ഷയിച്ചു തുടങ്ങി. രാത്രികളിൽ വീടുവിട്ടിറങ്ങുന്ന ശീലം വന്നപ്പോൾ ആദ്യം മകളും മക്കളും സ്നേഹത്തോടെ പിടിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഭാരമായി. ഒരു രാത്രിയിൽ മക്കൾ പറഞ്ഞ ഉപായം പോലെ അച്ഛന്റെ മുറിയുടെ വാതിൽ തുറന്നിട്ടു കിടന്നു. പുലർച്ചെ നാട്ടുകാർ മകളോട് വാർത്ത പറഞ്ഞു. മകളുടെ കയ്യിൽ പതിഞ്ഞത് കട്ടിലിന്മേൽ കിടന്ന പേപ്പർ. അതിൽ എഴുതിയിരുന്നത്, മകളെ, ഇന്ന് വാതിൽ തുറന്നിട്ടത് അച്ഛന്റെ യാത്ര എളുപ്പമാക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഭാവിയിൽ നിന്റെ മക്കൾ നിനക്കായി വാതിൽ തുറന്നിടാതിരിക്കട്ടെ. ജീവിതത്തിലെ ചില വാതിലുകൾ ഒരിക്കലും തുറക്കരുതായിരുന്നു.